നമസ്കാരം. ഞാൻ നടനഭൂഷണം അജയൻ പേയാട്. കേരള നടനം എന്ന് പറയുന്ന നടനകലയുടെ ഉപജ്ഞാതാവായ ഗുരുഗോപിനാഥിന്റെ ശിഷ്യൻ. നമസ്കാരം സർ. നമസ്കാരം. കഥകളിയും കേരള നടനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് സർ? പണ്ട് കാലങ്ങളിൽ കഥകളി എന്ന് പറയുന്ന നടനകല പണ്ഡിത സദസ്സിൽ മാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കല. അതായത് പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിലായിരുന്നു. പണ്ഡിതനും പാമരനും ഒരേപോലെ പ്രയോജനപ്പെടുന്നതിനെ ആസ്വദിക്കത്തക്ക വിധത്തിൽ ഗുരുഗോപിനാഥ് ആവിഷ്കരിച്ച, വളരെ ലളിതമായി ആവിഷ്കരിച്ച ഒരു നടനകലയാണ് കേരള നടനം. കഥകളിയിൽ നിന്നും നമ്മുടെ കേരള നടനത്തിലേക്ക് വരുമ്പോൾ മുദ്രകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഗുരുഗോപിനാഥ് സാർ വരുത്തിയിട്ടുള്ളത്? കഥകളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന 24 മുദ്രകൾ, അതായത് പതാക മുതൽ കടകാമുഖം വരെയുള്ള മുദ്രകൾ തന്നെയാണ് കേരള നടനത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രയോഗ രീതിയുടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാരണം മുദ്രകൾ പ്രയോഗിക്കുമ്പോൾ കഥകളിയിൽ വളരെ വിശദമായിട്ട്, അതായത് ഒരു പാട്ട് തുടങ്ങി അതിൻ്റെ അവസാനിക്കുന്ന 3-4 പ്രാവശ്യം ആ വരികൾ ആവർത്തിക്കുമ്പോഴാണ് ഒരു മുദ്ര കൊണ്ട് തീർക്കുന്നത്. പക്ഷേ കേരള നടനത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വിശാലമായിട്ടല്ലെങ്കിലും ആ മുദ്രയുടെ ലാസ്റ്റ് കണ്ടന്റാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം, താമര എന്ന് പറയുന്ന ഒരു മുദ്ര കാണിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഇത്രയും വിശദീകരിച്ച് ഇങ്ങനെ പൂക്കൾ വിടർന്ന് വിടർന്ന് ഇങ്ങനെ വന്നു, അത് കാറ്റിലിങ്ങനെ ആടി ഇങ്ങനെ ഉലങ്ങി ചെറുതായിട്ട് ഇങ്ങനെ ആടി വളരെ പ്രകാശമാനമായ രീതിയിൽ കാണിക്കുന്ന മുദ്രയാവുമ്പോൾ ഒരു പാട്ടിൻ്റെ 3-4 വരികൾ ആവർത്തിക്കുമ്പോഴാണ് ആ ഒരു മുദ്ര തീരുന്നത്. പക്ഷെ കേരള നടനത്തെ സംബന്ധിച്ചിടത്തോളം സമയത്തിൻ്റെ കുറവ് വരുത്തിക്കൊണ്ട് മുദ്രകൾ കാണിച്ച് പെട്ടെന്ന് കാണിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന് പറയാം. ഇതേപോലെ എല്ലാ മുദ്രകളിലും എൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ, വിശദീകരണം വരുമ്പോൾ വളരെ ഷോർട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം കേളികൊട്ടോടുകൂടി തുടങ്ങുന്ന കേരള നടനം പിറ്റേ ദിവസം രാവിലെ തീരുകയാണ് ചെയ്യുന്നത്. പക്ഷെ കേരള നടനത്തെ സംബന്ധിച്ചിടത്തോളം 20-25 മിനിറ്റിനകത്ത് ഒരു കഥ അവതരിപ്പിച്ച് മറ്റു കല, അതായത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി പോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കേരള നടനം അവതരിപ്പിക്കും. ഇന്ന് യുവജനോത്സവങ്ങളിലെല്ലാം 20 മിനിറ്റുള്ള കല എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അതാണ് കേരള നടനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. സർ, നമ്മൾ കഥകളി ഉപയോഗിക്കുമ്പോൾ കഥകളിയില് നമ്മുടെ ഈ സ്നേഹപ്രകടനം ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബോഡി ഷേക്ക് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ള ജെസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കേരള നടനത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? അത് നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ തന്നെ എൻ്റെ പറയാം. കാരണം ഞാൻ പറഞ്ഞു താമര കാണിക്കുമ്പോൾ ഇത്ര വിശദീകരണം. നമ്മൾ ആ ഒരു ആസ്വാദനം കാണിക്കുന്ന ഇത്രയും കാണിച്ചു വരുന്നു. പക്ഷെ ഇതിൽ അത്രയും നമ്മൾ ഉലങ്ങി ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കേരള നടനത്തിൽ ചെയ്യുമ്പോൾ മുഖഭാവം കൊണ്ട് മാത്രം നമ്മൾ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ അത് നമ്മൾ കേരള നടനത്തിൽ വരുമ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ സ്റ്റൈൽ മാറും എന്നുള്ളത് കൊണ്ടായിരിക്കാം അത്ര വിശലമായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ സ്റ്റൈൽ മാറും. കഥകളിയെ സംബന്ധിച്ചിടത്തോളം ആ വിശദീകരണം ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ഇത്രയും ആർഭാടമായിട്ടുള്ള ഉടുത്തുകെട്ട് എല്ലാം ഉണ്ടെങ്കിൽ ആ ബോഡി അത്രയും നന്നായിട്ട് കുലിക്കുമെങ്കിൽ മാത്രമേ ആ അഭിനയം ഫുള്ളായിട്ട് മുദ്ര പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ കേരള നടനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്നേഹത്തെ കുറിച്ച് കാണിക്കുമ്പോൾ ആസ്വാദനമാണ് അതിനകത്ത്. നമ്മൾ എന്താണോ ഉള്ളിൽ ആസ്വദിക്കുന്നത് ആ ആസ്വാദനം മുഖത്തുകൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ കേരള നടനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സർ, ഇപ്പോ കേരള നടനം നമ്മൾ കാണുമ്പോൾ ഒത്തിരി പേര് ഈ വക്കുകാലൊക്കെ വെച്ച് കളിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രയോഗം ഇപ്പൊ കഥകളിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വക്കുകാല് വെച്ച് കളിക്കുന്നത്. കേരള നടനത്തിന് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടോ? വക്കുകാല് എന്ന് പറയുന്നത് ഇപ്പം നിർബന്ധിച്ച് വക്കുകാലുണ്ടെങ്കിലേ കേരള നടനം എന്ന് പറയുന്നതിനോട് എൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുഗോപിനാഥ് വളരെ അപൂർവങ്ങൾ മാത്രമാണ് വക്കുകാല് വെച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം പതിച്ച് ചവിട്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പദങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം. ഈ വക്കുകാല് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ, നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ ആ ചവിട്ടിൻ്റെ ശക്തി കൂടും. നമ്മളൊരു പദം ആടുമ്പോൾ നമ്മൾ വക്കുകാല് വെച്ച് കളിച്ചാൽ അതിൻ്റെ സ്ഥായി ആയ നായികയ്ക്ക് ഉള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ആ വ്യത്യാസം വരുമ്പോഴേക്കും നായികയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും.
നമ്മളൊരു നായികയെ കാണിക്കുമ്പോൾ, സ്വാധീന പതിക എന്ന് പറയുന്ന നായികയെ കാണിക്കുമ്പോൾ, അതിങ്ങനെ ചാടി വരുന്ന ഒരു നായികയായിട്ട് കാണിക്കുമ്പോൾ ആ വക്കുകാലൻ്റെ പ്രയോഗം കുറവാണ്. വക്കുകാലം ഉപയോഗിക്കാൻ നമുക്ക് അസുര കഥാപാത്രങ്ങളെ കാണിക്കുമ്പോഴൊക്കെ വളരെ ചുരുക്കത്തിൽ കാണിക്കുന്ന, അത് വക്കുകാലം ഉണ്ടെങ്കിലേ കേരളം നടന്നതൊന്നുമല്ല. വക്കുകാലം എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അപ്പൊ വക്കുകാലം എന്ന് പറഞ്ഞ ഒരു പ്രധാനമായിട്ടുള്ള കാരണം, വക്കുകാലം എന്ന് പറഞ്ഞാൽ കേരള നടനത്തിന് ഒരു പ്രധാനമേ അല്ല. ഇപ്പോൾ വക്കുകാല് പലതും ഞാൻ യുവനോത്സവങ്ങളെ കാണുമ്പോൾ വക്കുകാല് വെച്ച് പിള്ളേർ അത് വളരെ വൈകൃതമായിട്ട് അതിൻ്റെ ക്ലാസിക്കൽ സ്റ്റൈലേ മാറുന്നുണ്ട്. അങ്ങനെ വെച്ച് കളിക്കുമ്പോൾ ആ കുട്ടി നമ്മൾ മറ്റ് ഭരതനാട്യം കുച്ചിപ്പുടിയും കാണുന്ന ആ ക്ലാസിക്കൽ എന്നുള്ള സ്റ്റൈല് മാറി വേറൊരു തരത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒരു വളരെ വൈകൃതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള അപാകത എന്ന് പറയാം, ഞാൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സാർ, നമ്മൾ കഥകളി കളിക്കുന്ന സമയത്ത് നമ്മുടെ കൈയുടെ പ്രയോഗം ഒത്തിരി തലയുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ വേഷവിധാനം കൊണ്ടായിരിക്കാം കൈ ഒത്തിരി നമ്മൾ പൊക്കുകയോ താക്കുകയോ ചെയ്യുന്നത് കുറവാണ്. കേരളത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൈയുടെ ഉപയോഗങ്ങൾ? എത്ര വരെ നമ്മൾ പോകാം? പൊക്കി ഉപയോഗിക്കുമോ, താഴ്ത്തി ഉപയോഗിക്കുമോ? മുദ്രകൾ കാണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ എല്ലാ മനുഷ്യത്തിനും ആത്മീയമായിട്ടൊരു കാര്യമുണ്ട്. ഒരു പ്രഭാവലയം നമുക്ക് ഉണ്ട് മനുഷ്യരിൽ. ആ പ്രഭാവലയത്തിനകത്ത് നിന്നുകൊണ്ടാണ് മുദ്രകൾ കാണിക്കാനെന്നാണ് നിയമം പറയുന്നത്. നമ്മളിപ്പം പ്രയോഗിക്കുക അതിലൊന്ന് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുന്നത്, നമ്മൾ സാധാരണ കഥകളിയിൽ ഇങ്ങനെ പിടിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഥകളിയിൽ കിരീടം, നമ്മുടെ ഉടുത്തുകെട്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അവർ ഇത്രയേ കാണിക്കത്തുള്ളൂ. ഇതാണ് കാണിക്കുന്നത്. കാരണം ഇത്രയേ അവർക്ക് പറ്റത്തുള്ളൂ, അത് മതി. ഇതാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ കേരള നടനത്തെ സംബന്ധിച്ച് കുറച്ച് സ്വാതന്ത്ര്യമുള്ള വേഷവിധാനങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് തെറ്റില്ല. എന്നാൽ ഇത്രയും വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രഭാവലയം ഒരു ഫ്രെയിമുണ്ട്, അതിന് വെളിയിൽ വെച്ച് മുദ്രകൾ കാണിക്കാൻ പാടില്ല. അത് എല്ലാ കലകളിലും ഒറ്റ നിയമമാണുള്ളത്. അതേ നിയമം തന്നെയാണ് നമ്മുടെ കേരള നടനത്തിലും ഉപയോഗിച്ചു വരുന്നത്.